ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന തുണി 2.5 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2.5 മീറ്റർ നല്ല കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പം എ ആയിട്ടുള്ളൊരു ലൈൻ എന്നും പറയാം, അങ്ങനത്തെ ഒരു ചുരിദാറിനകത്ത് നമ്മൾ ഫ്രില്ല് വെച്ചിട്ടാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പം ഞാൻ ദേണ്ട ലൈൻ എനിക്ക് മുമ്പ് വെട്ടി വെച്ചത് ഒരെണ്ണം ഉണ്ടായിരുന്നു, വെട്ടിയതല്ല തയ്ച്ചത് തന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഞാൻ ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. അപ്പം നമ്മളിത് തുടക്കം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാൽ തുണി നമ്മൾ 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഞാൻ ഒരുമിച്ചാണ് വെട്ടണത്. അപ്പം ഫ്രണ്ടും ബാക്കും വേണമെങ്കിൽ തുണി 4ആയിട്ട് തന്നെ മടക്കിയിടണം. പിന്നെ എത്രയാ ലെങ്ത് എന്ന് വെച്ചിട്ട് ആ ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇത് ഏറ്റവും മുകളിൽ ഷോൾഡർ ഭാഗമാണ് കേട്ടോ വരുന്നത്. ഷോൾഡർ ഞാനൊരു 6 ഇഞ്ച് വീതിയും കഴുത്തകലം ഒരു 2.5 ഇഞ്ചുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ദേണ്ട് ഈ അടയാളപ്പെടുത്തുന്നത് നമ്മുടെ കഴുത്തിറക്കമാണ്. കഴുത്തിറക്കം ഞാനൊരു 5.5 എടുക്കുന്നുള്ളൂ. പിന്നെ 5.5, 6, 6.5 വരെ എടുക്കാം. അപ്പോൾ എനിക്ക് 5.5 ഇട്ടാലും നല്ല വൈഡായിട്ടിരിക്കുന്ന എനിക്ക് തോന്നും, അതുകൊണ്ട് ഞാൻ 5.5 എടുക്കുന്നുള്ളൂ. പിന്നെ ദേണ്ടേ കൈക്കുഴി നമ്മൾ ഒരു 6 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത്. 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നല്ല ഷേപ്പിൽ റൗണ്ടിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഇങ്ങനത്തെ ചുരിദാർ വേറെ ഇല്ല, അളവെടുക്കാൻ വേറെ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ അളവെടുത്ത് വരയ്ക്കുമെന്ന് വെച്ചിട്ടാൽ നമ്മളുടെ ചെസ്റ്റ് വണ്ണം എടുത്തിട്ട് ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ ഒരു 4 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കണം. ഇപ്പം ഞാനൊക്കെയെന്ന് വെച്ചാൽ ചെസ്റ്റ് വണ്ണം വന്നിട്ട് 34ആണ്. അപ്പോൾ 34ൻ്റെ കൂടെ 4 കൂട്ടുമ്പം 38. പിന്നെ ഈ 38ൻ്റെ 4 ഭാഗമാണ് നമ്മളവിടെ അളന്ന് ഇടേണ്ടുന്നത്. അതായത് 9.5. ഞാൻ പിന്നെ 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഹിപ്പ് ഏരിയയും ആ ഒരു രീതിയിലാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ഇത് വന്നിട്ട് താഴെ കൊടുക്കാനുള്ള ഫ്രില്ലിൻ്റെ നീളം എത്രയാണെന്ന് വെച്ചിട്ടാണ് ഞാനൊരു 7 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. 7 ഇഞ്ച് എടുത്തിട്ട് കുറച്ച് അധികം ലെങ്തിന് നമ്മൾ കുറച്ച് ഫ്രില്ലിന് വേണ്ടിയിട്ട് അങ്ങ് മുറിച്ച് മാറ്റുവാണ് കേട്ടോ. പിന്നെ കൈക്കുഴിയുടെ നീളമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പം ഞാൻ അടയാളപ്പെടുത്തി വന്നപ്പോൾ അത് 9.5 കേട്ടോ അളവെടുത്ത് വന്നപ്പം. അപ്പം നമ്മൾ നോർമൽ ചുരിദാറിൻ്റെ നോർമൽ കൈയാണെങ്കിൽ മാത്രമാണ് കേട്ടോ ആ 9 എടുക്കേണ്ടുന്നത്. അപ്പം ഫ്രില്ല് വെക്കേണ്ടുന്ന കൈയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഫ്രില്ല് വേണോ അത്രത്തോളം അധികം എടുക്കാം. ഞാനിവിടെ ഒരു 15 അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രില്ല് വേണ്ട, ചെറുതായിട്ടുള്ളൊരു ഫ്രില്ല് മതി. കണ്ടിട്ട് ഞാൻ 15 കേട്ടോ അധികം എടുത്തേക്കുന്നത്. താഴെ നമ്മൾ അതേ കണക്ക് തന്നെ ഒരു ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നീളത്തിലെടുക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫ്രില്ലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം കൈയുടെ ഫ്രില്ല് നമ്മൾ കൊടുക്കുമ്പം മേളിലത്തെ ഫ്രില്ല് ആദ്യം കൊടുത്തിട്ട് അതിന് ഓപ്പോസിറ്റ് വരുന്ന രീതിയിലാണ് കേട്ടോ അടുത്ത ഫ്രില്ല് കൊടുക്കേണ്ടുന്നത്. അപ്പോൾ 2 ഫ്രില്ലും ഓപ്പോസിറ്റ് വരുമ്പം ആ കൈ ഒരു കുറച്ചുകൂടി പഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഫ്രില്ലെല്ലാം അടിച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കൈക്കുഴിയുടെ ആ ഒരു അളവ് എടുത്തത് 9.5, ആ ഒരു 9.5 തന്നെ വരുന്നോന്ന് നോക്കണം. പിന്നെ കൈയുടെ ബോട്ടത്തിൽ നമ്മൾ ചെറിയ വീതിക്ക് തുണി എടുത്തിട്ട് അതൊന്ന് മടക്കി അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം പഫ് വേണോ അത്രത്തോളം അധികം നീളത്തിൽ തുണി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, നല്ല പഫായിട്ട് കിട്ടും. പിന്നെ സ്റ്റിച്ചിങ് ആണ്, അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുന്ന രീതി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം വേറൊരാൾ ചെയ്യുന്നത് വേറൊരു രീതിയിലാവാം. പിന്നെ അടുത്ത നമ്മൾ കഴുത്താണ് കേട്ടോ അടിക്കുന്നത്. അപ്പം കഴുത്തടിക്കുന്നത് നമ്മൾ നോർമലി ഒരു കഴുത്താണെങ്കിൽ ഇത് കൂട്ട് തന്നെ ഇട്ട് അടിച്ചാൽ മതി. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി, എനിക്ക് ഇങ്ങനെ നോർമലി അടിക്കാനല്ല, കാരണം എനിക്കത് തയ്ച്ച് ഫ്രണ്ടിലോട്ട് തന്നെ ഇടുന്ന രീതിയിൽ വേണം. കാരണം ഫ്രണ്ടിൽ നമ്മൾ ചെറിയൊരു വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ സാധാരണ നമ്മൾ നോർമലി കഴുത്തടിക്കുമ്പം രണ്ടും നല്ല വശങ്ങൾ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലാണ് ഇതേപോലെയാണ് കേട്ടോ അടിക്കേണ്ടുന്നത്. പക്ഷേ എനിക്ക് ഇത് കൂട്ടല്ലായിരുന്നു അടിക്കേണ്ടത്. പക്ഷേ ഞാൻ ഇതെല്ലാം അടിച്ച് വെട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് അബദ്ധം പറ്റിയത് മനസ്സിലായത്. പിന്നെ ഞാനിത് അഴിച്ചിട്ട് വേറെ മാറ്റി അടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ നല്ല തുണി ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ അടിക്കണമായിരുന്നു. അപ്പം നല്ല വശവും ഒരേ കണക്ക് വരുന്ന രീതിയിൽ ഇത് കണ്ടോ, നല്ല വശവും ഒരേ കണക്ക് വരുന്ന രീതിയിൽ ഞാൻ പിന്നെ അത് മാറ്റി അടിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാനിത് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ നമ്മൾ നല്ല വശവും ഒരേ കണക്കിട്ട് അടിച്ചിട്ട് തിരിച്ച് മടക്കിയെടുത്ത് കണ്ടോ, ആ ഒരു ഫ്രണ്ടിൽ അത്രയും പാർട്ടായിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കഴുത്തടിച്ചത്. ഇത് നമ്മൾ കുറച്ച് നീളത്തിൽ ഫ്രണ്ടിലോട്ട് അടിച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിത് എന്തിനാണ് അടിച്ച് വെച്ച് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം വെറും പ്ലെയിൻ ആവണ്ടല്ലോ, എന്തെങ്കിലും ജസ്റ്റ് ചെറിയൊരു മോഡൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇത് അടിച്ചത്.
പിന്നെ നമ്മൾ ഈ ഫ്രണ്ടിലൊരു പാർട്ട് കുറച്ച് വണ്ണമില്ലാത്തവർക്കാണ് കുറച്ച് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിഫ് പേപ്പർ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ദേണ്ടേ അതുകൂട്ട് തന്നെ ബാക്കിലെ കഴുത്ത് ഇതുപോലെ തന്നെ നല്ല വശവും ഓപ്പോസിറ്റ് വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ബാക്കിലെ കഴുത്തടിക്കുന്നത്. പിന്നെ ഏറ്റവും താഴെ ദേണ്ട നമ്മൾ ഫ്രില്ലാണ് കൊടുക്കുന്നത്. ഒന്നുമില്ല, ആ താഴത്തെ ബോട്ടം ഭാഗത്തിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രില്ല് ഓപ്പോസിറ്റ് സൈഡ് ഇട്ട് അടിച്ചു കൊടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്യണത്. പിന്നെ നമ്മളിത് തിരിച്ചിട്ട് അടിക്കുമ്പോഴത്തേക്കും ഫ്രില്ലിനകത്തല്ല കേട്ടോ പതിച്ചടിക്കേണ്ടുന്നത്. അപ്പോൾ ഇതൊന്ന് പതിച്ചടിക്കേണ്ടതെന്ന് വെച്ചിട്ട് ആ ഫ്രില്ലിന് ഇപ്പുറത്ത് നമ്മുടെ എ ലൈൻ്റെ കുർത്തി വരുന്ന ഭാഗത്ത് വേണം കേട്ടോ പതിച്ചടിക്കാൻ. പിന്നെ ചുരിദാർ കുറച്ചൊന്ന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് ഭാഗത്ത് ഡോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് നല്ല ഷേപ്പായിട്ടിരിക്കും. അപ്പോൾ ബാക്ക് ഭാഗത്ത് മാത്രമേ ഞാൻ ഡോട്ട് അടിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഷോൾഡർ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 2 ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടിയിട്ട് എടുത്തിട്ട് അതിൻ്റെ 2 ഷോൾഡർ ഇതേ കൂട്ട് യോജിപ്പിച്ച് കൊടുക്കണം. യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ പിന്നീടാണ് കേട്ടോ ഇതിനകത്ത് കൈ വെച്ച് കൊടുക്കേണ്ടുന്നത്. അപ്പം നമ്മൾ കൈ വെച്ച് കൊടുക്കുമ്പം ആ കൈയുടെ പാർട്ട് കൈക്കുഴിയുടെ പാർട്ട് ഒരേപോലെ പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ വരുന്നിടത്ത് ഒരു വെട്ടിട്ട് കൊടുത്തിട്ട് ആ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ കൈ താഴോട്ട് കൊടുക്കേണ്ടുന്നത്. അപ്പോൾ എപ്പോഴും കൈ തയ്ക്കുമ്പം ആ സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇതുകൂട്ട് 2 കൈ നമ്മൾ അടിച്ച് 2 കൈക്കുഴി നമ്മൾ ചേർത്ത് കൈ മൊത്തം അടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ആ ഒരു ടോപ്പ് യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ഈ ചുരിദാർ തയ്ക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. എനിക്ക് ഫ്രോക്ക് എന്നേ വരുന്നുള്ളൂ, ചുരിദാറൊന്നും വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം അടിച്ച് തീർന്നതിന് ശേഷം പിന്നീട് നമ്മൾ എന്തിനാണ് ഫ്രണ്ടിലോട്ട് കുറച്ച് പാർട്ട് ഇട്ടതെന്ന് വെച്ചിട്ടാൽ ദേണ്ടേ ഇത് കൂട്ടിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഗ്ലാസ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രണ്ടിലോട്ട് തന്നെ മടക്കിയിട്ട് അടിച്ചത്. അപ്പം ദേണ്ടേ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഞാനിതെല്ലാം വിശദീകരിച്ച് കുളമാക്കിയോന്ന് അറിയാൻ വയ്യ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ.